1992 രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ജയരാജ് സംവിധാനം ചെയ്ത സിനിമയാണോ നമ്മുടെ ജോണി വാക്കർ. ജോണി വാക്കർ എന്ന സിനിമ ഒരു പക്ഷേ നമുക്ക് ആർക്കും മറക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് സമ്മാനിച്ച സിനിമയാണ്. മമ്മൂട്ടി മരണപ്പെടുന്ന ഒരു സീൻ ഉണ്ടല്ലേ, ആ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സും നമ്മളെ മനസ്സിനകത്ത് പതിഞ്ഞു കിടക്കുന്നതാ. ഒരു പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയാലും ആ ഒരു സിനിമ ഹിറ്റ് ആവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഒരിക്കലും കാലഹരണപ്പെടാത്ത ഒരു തിരക്കഥയാണ് ആ ഒരു സിനിമയുടെ. രഞ്ജിത്തിന്റെ കഴിവുകളിൽ നിന്നും വന്ന ഒരു കിടിലൻ തിരക്കഥ. ആ ഒരു സിനിമയിലെ കുട്ടപ്പായി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരുപക്ഷെ അച്ഛനും അമ്മയോ ഒന്നും ഇല്ലാത്ത നമ്മുടെ മമ്മൂട്ടിയുടെ ക്യാരക്ടറിന്റെ എല്ലാമായ ആ ഒരു കുട്ടപ്പായെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ക്ലിപ്പാണ്, ഒന്ന് കാണാം. എന്തെങ്കിലും പറയാനുണ്ടെ ഉറക്കപ്പെടണം. ഈ ജോലിച്ചിൽ എനിക്ക് ഇഷ്ടമുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. അതാണ് കുട്ടപ്പായി. കുട്ടപ്പായുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജോണി വാക്കറിന് എല്ലാവരും വലുതാ അല്ലെ, പക്ഷെ കുട്ടപ്പായിയോളം ജോണി വാക്കർ സ്നേഹിച്ച ഒരു മനുഷ്യനില്ല എന്നുള്ളതാണ്. കുട്ടപ്പായും അങ്ങനെ തന്നെയാണ്. അതേ ഞാൻ പറഞ്ഞല്ലോ, അച്ഛന്റെയും അമ്മയുടെ ഒക്കെ സ്ഥാനം ഒരു പക്ഷെ കുട്ടപ്പായിക്ക് മമ്മൂട്ടിയുടെ ആ ഒരു ക്യാരക്ടർ കൊടുക്കുന്നുണ്ട്. ആ ഒരു സിനിമയിൽ നമുക്ക് ആ സിനിമയുടെ ഏറ്റവും അവസാനമുള്ളൊരു സീനുണ്ട്. ആ ഒരു സീന് വരുമ്പോ കുട്ടപ്പായും ഒറ്റയ്ക്ക് നിന്ന് കരയുന്ന ഒരു സീന് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടൊരു സിനിമ അല്ല കേട്ടോ, ദൂരദർശനിൽ വന്ന് കണ്ടുപടാം. സത്യം പറയുന്നുണ്ടെങ്കിൽ ആ ഒരു സിനിമയിലെ സെന്റിമെന്റില്ല. കുട്ടപ്പായി മാത്രം ഒത്തിട്ടുള്ള കുറച്ച് സീനുകൾ മമ്മൂട്ടിയുടെ ഒന്ന് കണ്ടു നോക്കാം. ഈ സീന് മമ്മൂട്ടിയുടെ ഒരു നോട്ടുണ്ട് ഈ സമയത്ത്. എല്ലാമാണ് കുട്ടപ്പായി എന്നുള്ള ഒരു നോട്ടം. ഈ ഒരു നോട്ടത്തിനുള്ള മറുപടി ഏറ്റവും അവസാനം. ആ ഒരു സീന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വളരെയധികം വിഷമിപ്പിച്ചു. ഈ ഒരു സിനിമയിലെ ഇത്രയും ഭാഗം കണ്ടപ്പോൾ തന്നെ, ആ ഒരു കട്ടിങ്ങുകൾ മാത്രം കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു വിഷമം കയറി വന്നില്ലേ? ഇമോഷണലി ഇത്രയധികം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു നടൻ വേറെ ഇല്ല എന്നുള്ളത്. ഒരുപക്ഷെ കുട്ടപ്പായി തന്നെയാണ് ആ ഒരു സീനിൽ മമ്മൂട്ടിയേക്കാൾ നന്നായി അഭിനയിച്ചത്. അങ്ങനെ പറയാൻ നമുക്ക് തോന്നിപ്പോവാ. അതാണ് ആ ഒരു സിനിമയുടെ പ്രത്യേകത. തിരക്കഥക്ക് അത്രയധികം പവറാ. രഞ്ജിത്ത് കാലം തെറ്റി എഴുതിയൊരു കഥയാണത് അല്ലെ. ആ ഒരു സിനിമ റീവർക്ക് വരുന്നുണ്ട്, വീണ്ടും 4K വരുന്നുണ്ട് എന്ന് കേട്ടപ്പോ ഒരു പക്ഷേ ഭയങ്കര സന്തോഷം തോന്നി. ജോണി വാക്കർ 2 വേണ്ടി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നുണ്ടാവും, എനിക്ക് ഉറപ്പാ. പക്ഷെ ഒരിക്കലും ആ 2 വന്നു കഴിഞ്ഞാൽ നന്നാവൂന്ന് എനിക്കറിയില്ല. ഒരു പക്ഷെ ആ ഒരു സിനിമ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പൊളിയാകും. കാരണം മമ്മൂട്ടിക്ക് ഇപ്പോഴും പ്രായം ചെറുപ്പാ. അന്ന് ആ ഒരു സിനിമയിൽ ഏട്ടൻ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ, കോളേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് എന്താവും എന്നുള്ളൊരു സാധനം പറഞ്ഞു. എന്റെ ഏട്ടൻ ചുള്ളനല്ലേ എന്ന് അന്ന് പറയുന്നുണ്ട്. ആ ചുള്ളൻ തന്നെയാണ് പൊന്നു മക്കളെ ഇന്നും. അന്ന് അതിൽ അഭിനയിച്ചത് ഒരു തെലുങ്ക് നടനാണല്ലേ. ആ ഒരു നടനൊക്കെ പ്രായമായി ഇപ്പൊ സിനിമയിലുണ്ടോ എന്ന് പോലും അറിയില്ല. അയാൾക്ക് വേണമെങ്കിൽ മമ്മൂട്ടിയുടെ അച്ഛനായിട്ട് അഭിനയിക്കാനുള്ള ആ ഒരു പ്രായമായിട്ടുണ്ടാവും. ജോണി വാക്കർ എന്ന സിനിമ അത് രണ്ടാമത് വരികയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കാണുമെന്ന് എനിക്ക് ഉറപ്പാ. ഞാൻ അത് കാത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഓക്കെ, കാലം ഒരുപാട് കഴിഞ്ഞു. ഇത്ര കാലമായിട്ടും പുതുമ മാത്രം കൊണ്ടുതരുന്ന മമ്മൂട്ടി ഇപ്പതാ ഒരു കഴിഞ്ഞ ദിവസം ഒരു ചെറിയ ഇന്റർവ്യൂ, കാർത്തിയുടെ ഒരു ഇന്റർവ്യൂ കണ്ട് അരവിന്ദ്സ്വാമിയൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്. അതിന്റെ ഒരു ചെറിയ ക്ലിപ്പാണ്. ഈ ഒരു കാലഘട്ടത്തിൽ മമ്മൂട്ടിയെ ഈ രീതിയിൽ ഒരു പറയണമെങ്കിൽ മമ്മൂട്ടിയുടെ ഒരു റേഞ്ച് നോക്കണം കേട്ടോ. ദുൽഖർക്ക് ടഫാണ് മമ്മൂട്ടി എന്നാ പറയുന്നത്. ഒരിക്കലും മമ്മൂട്ടിയുടെ അടുത്തേക്ക് വെക്കാൻ ദുൽഖറിന്റെ അഭിനയത്തിനൊന്നും കഴിയില്ല. അതിന് മറ്റൊരു നടന്റെ പേര് വെച്ചിട്ടും കാര്യമില്ല. കാലം നിങ്ങൾ ആലോചിക്കണം, 92 ആ ഒരു കഥാപാത്രം ചെയ്യാൻ ഇന്ന് മമ്മൂട്ടിയുടെ ആരോഗ്യത്തിന് കഴിയും, ഇന്ന് ആ സൗന്ദര്യത്തിന് കഴിയും. അന്നും ഇന്നും മമ്മൂട്ടിയിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല.
മാറ്റങ്ങൾ വന്നത് മുഴുവൻ അദ്ദേഹത്തിന്റെ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ തന്നെയാണ്. ജോണി വാക്കർ എന്ന സിനിമ എപ്പോൾ ടി വിയിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള എല്ലാ പരിപാടിയും മാറ്റി വെച്ചിട്ട് ഇരുന്ന് കാണുന്ന ഒരു പ്രവണത എനിക്കുണ്ട്. അപ്പൊ ചില ആളുകൾക്ക് ചോദിക്കാതെ നിനക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് കണ്ടാൽ പോരെയാണ്. അത് ആ ടി വിയിൽ വരുമ്പോൾ കാണുന്ന ആ ഒരു ഫീല് മൊബൈൽ ഫോണിൽ ആ ഇത്തിരി കുഞ്ഞൻ സ്ക്രീനിൽ കണ്ടാൽ കിട്ടുമോ? നിങ്ങൾ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തുക. 4K വരുന്നു എന്ന് വാർത്ത കേട്ടു. അതുകൊണ്ടാണ് വീഡിയോ തട്ടിപ്പിടിച്ച് വന്നത്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ വീണ്ടും പുതിയ സിനിമാ വിശേഷങ്ങളുമായിട്ട് വരും. അതുവരെ സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.